വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു ആലപ്പുഴക്കാരൻ. ഇനി ആലപ്പുഴയിൽ ഒരു പരാതി വേണ്ട, ആലപ്പുഴയിൽ നിന്നൊരു ഗായകനോട് എത്തിയില്ല എന്ന്. ശ്രീ മുഹമ്മദ് അനസ്. മുഹമ്മദ് അനസ് സ്കൂൾ കാലഘട്ടം മുതൽ ലളിതഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സര ഇനങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയെടുത്ത യുവ കലാകാരൻ. സ്റ്റേജ് ഗാനമേള രംഗത്ത് ഗായകനായ മുഹമ്മദ് അനസ് സീരിയൽ ഗാനങ്ങളും മാപ്പിളപ്പാട്ട് ആൽബങ്ങളും ആലപിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് അനസിൽ നിന്ന് തുടങ്ങുകയാണ്. അനസ് വ്രതശുദ്ധിയുടെ അല്ലെങ്കിൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മനസ്സ് ശുദ്ധമാണ്, ശരീരവും ശുദ്ധമാണ്, വസ്ത്രവും അതേ കളറിലല്ലേ? എന്താണ് വസ്ത്രം ഇങ്ങനെ ഒരു വൈറ്റ് ഇട്ടിട്ട് വരാൻ കാരണം? വൈറ്റിനോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും വയറിനോട് നല്ല സ്നേഹമുള്ളത്. വൈറ്റിന് പിന്നെ വൈറ്റ് ഡ്രസ്സിനോട് അത് ശരി. എവിടെയാ സ്ഥലം? ആലപ്പുഴയിലാണെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ തന്നെ വേറെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തിന്റെ പേര്? ആലപ്പുഴ നീർക്കുന്നതാണ് എൻ്റെ സ്വദേശം. അനസേ, ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? കോഴിക്കോട് അബൂബക്കർ സാർ സംഗീതം ചെയ്ത മൗത്തും ഹയാത്തിനും ദാസാറ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ദാസറിന്റെ പാട്ടിൽ ഗംഭീരമായിട്ടുള്ള ഗാനം നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. നിത്യവും നിന്റെ മുന്നിൽ സുജൂദിൽ വീണേ, നീറും വ്യഥയെണ്ണി പറഞ്ഞിടുന്നേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. ഹല്ലാക്കിലാഹേ ഞാൻ നിന്റെ റിളാത്ത്, എല്ലാ വഖത്തിലും ദുആയിരക്കും. ജല്ല ജലാലേ നീയാണഭയം, ജല്ല ജലാലേ നീയാണഭയം. ജന്മം സാഫല്യമാക്കിത്താ സദയം. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ.
ഹൃദയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോരേ. നന്നായിരുന്നല്ല, ഗംഭീരമാണ്. സാധാരണ ഇതിൽ ഓരോ സിംഗേഴ്സ് വരുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവരെക്കാൾ മേളിൽ ഇനി ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതായിരിക്കാം ചിലപ്പോൾ ഏറ്റവും നല്ല സിംഗർ, ഇങ്ങനെ കാൽക്കുലേഷൻ ഉണ്ട്. അതിനൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇങ്ങനെ മൈലാഞ്ചി ഓരോ പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഗാനം പാടാൻ പറഞ്ഞപ്പോൾ ദാസേട്ടൻ്റെ ഈ ഗാനം സെലക്ട് ചെയ്യാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ട്? കാരണം ഈ പാട്ട് ഇതിനു മുമ്പ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോങ് ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പാട്ട് ഗംഭീരമായിട്ട് ഇതിൽ പാടാൻ പറ്റും, നിങ്ങളുടെ ശബ്ദത്തിന് മാച്ച് ആണെന്നൊക്കെ? അങ്ങനല്ല, ഈ പാട്ടിനോട് ഒരു അതിയായ സ്നേഹം ഉണ്ടായിരുന്നു. അതെന്താണ് സ്നേഹം? നല്ല വരികളാണ്, നല്ല മ്യൂസിക്കാണ്. മാരീഡാണോ? അല്ല. നമുക്ക് ഇഷ്ടമുള്ള യുവർ ചോയ്സ് റൗണ്ടിലുള്ള ഇഷ്ടപ്പെട്ട പാട്ട് പാടുകയാണ്. മാർക്കൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ അറിയാലോ. അനസ് കിടിലായിട്ട് പാടി, ശബ്ദം രക്ഷയില്ല കേട്ടോ. കാരണം ഈ പാടുന്നതിനേക്കാളും ശബ്ദം കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരു നല്ല ശബ്ദത്തിനുടമയാണ്. എന്തായാലും ആ പാട്ട് സെലക്ട് ചെയ്തത് തന്നെ നന്നായിരിക്കുന്നു. കാരണം ഈ ശബ്ദത്തിന് എന്തായാലും മാച്ചാണ് ഈ പാട്ട്. 1-2 സ്ലിപ്പിംഗ് വന്നിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ആ തുടക്കം പാടിയത് ഒന്ന് പാടും. അത് ലാ ഇലാഹ ഇല്ലാ അന്ത. കുറച്ചുകൂടെ നോട്ട് കറക്റ്റ് ആവാനുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത ഇല്ലാ അന്ത. ലാ ഇലാഹ ഇല്ലാ അന്ത ഇല്ലാ അന്ത. ഇല്ലാ. ആ ഒരു ചെറിയൊരു പ്രശ്നം, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അത് ട്രൈ ചെയ്താൽ പാടാൻ പറ്റും. സുബ്ഹാനക സുബ്ഹാനക ഇന്നി 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 ഇന്നി. ചെറിയൊരു കുഴപ്പമില്ല, അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറയുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അല്ലാതെ പെട്ടെന്ന് കേട്ടാൽ ഓക്കെ, നല്ല സിംഗിങ് ആണ്, ഓക്കെ ആയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ് നിങ്ങളുടെ ശബ്ദത്തിൽ അതൊന്നും ഒരു വിഷയമല്ല. എന്നാലും കിടിലായിട്ട് പാടി. ഓക്കെ, ഗംഭീരമായി പാടി. ഞാൻ അധികം ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് അനുപല്ലവി എന്ത് ചെയ്ത സ്ഥലത്ത് ഒന്ന് ടൈം ഒന്ന് വൈകിപ്പോയോ, ഇതങ്ങനെ അല്ലേ, ഒരു റെസ്റ്റ് കുറച്ച് വന്നു അവിടെ. ട്രൈ ആയി. ആ, ഗംഭീരായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. റിമി, എനിക്ക് എന്താ പറയാ, ആദ്യത്തെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഒരു സിംഗറിനെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ദൈവത്തിന് നന്ദി പറയാം, കാരണം നല്ലൊരു ശബ്ദം തന്നേക്കുന്നതിന് എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഗായകനെ, ഒരുപാട് മികച്ച ഗായകരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ചിലപ്പോൾ ഭാവിയിൽ ഇവരൊക്കെ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ കൂട്ടത്തിൽ അല്ലേ, ജഡ്ജായിട്ടും അല്ലെങ്കിൽ പ്ലേബാക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു യോഗ്യത. ഇനിയിപ്പോൾ ഇതിൻ്റെ മൈലാഞ്ചി എന്ന് പറയുന്ന പരിപാടിയിൽ നിങ്ങളുടെ അവസ്ഥ ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾ ഭാവിയിൽ നല്ലൊരു ഗായകനായിരിക്കും.